ഹലോ ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ വിഷുവിൻ്റെ വ്ളോഗാട്ടോ. ഞാൻ ഇത്രയും ഡേ ലേറ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് വിഷുവിൻ്റെ വ്ളോഗാണ്. അപ്പോൾ രാവിലത്തെ അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നു കേട്ടോ. രാവിലെ അമ്പലത്തൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര മോർണിംഗ് സിക്നസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ വളരെ കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കുറച്ച് നേരം ചെയ്താൽ അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഒക്കേത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതേ രാവിലെ ഞാൻ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കഴിക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയായിട്ടോ, ഒരു 12 മണി 12:30 അപ്പോഴാണ്. അപ്പോഴത്തേക്ക് കണ്ടോ നമ്മുടെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഇതിൽ കേബേജ് ഉപ്പേരിക്ക് മാത്രമേ അരിഞ്ഞു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പാവമ്മ എനിക്ക് സത്യം പറഞ്ഞല്ലോ, ഇന്നലെ വൈകിട്ട് ഒരുപാട് ലേറ്റായിട്ടാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എണീക്കാൻ ലേറ്റ് ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ എണീക്കാൻ ഇപ്പോൾ എത്ര നേരത്തെ കിടന്നാലും എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നിലേക്കും പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ്. കുറച്ചധികം നേരം നിന്ന് കഴിഞ്ഞാൽ തീരെ വയ്യാതെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുക്കള പണിയിലോട്ടൊന്നും നിന്നിട്ടില്ല. ഓണത്തിന് സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്തായിരുന്നു ഓണം. വിത്തിൻ വീക്സോ അങ്ങനെ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു കല്യാണം ഓണം തമ്മിൽ. അതൊക്കെ എനിക്ക് നല്ല ഫുൾ ആക്റ്റീവായിട്ട് എല്ലാ പണികളിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഒക്കെ അമ്മ തനിയാണ് ചെയ്ത് ഞാൻ കാണിച്ചത് കേട്ടോ. കണ്ടോ, ഉണ്ട്, പിന്നെ സാമ്പാർ ഇട്ടുണ്ട്, പപ്പടം. ഞാൻ സെൽഫി വീഡിയോ പോയിട്ട് എടുക്കുന്നത്. സംഭാരം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. സംഭാരം കണ്ടോ, അതെ സംഭാരം. പിന്നെ അവിയലിരിപ്പുണ്ട്. പിന്നെ ഞാൻ ദീപശേഷി എടുത്താൽ പോയിണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ദീപശേഷി അടുത്ത് എനിക്ക് നല്ല അടിപൊളി കടുമാങ്ങ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക വറുത്തത്, ശർക്കര ഉപ്പേരി, കായ വറുത്തത്, അങ്ങനെയൊക്കെയാണ് ലഞ്ചിൻ്റെ സ്പെഷ്യൽ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പായസം ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് തനിയൊക്കെ ചെയ്യാൻ പറ്റാത്ത കാരണം നമ്മൾ പായസം ഓർഡർ ചെയ്ത് അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഗംഭീര പായസം, ഒരു രക്ഷയില്ലാത്ത പായസം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രസമുണ്ടോ, സാധാ സിമ്പിളായിട്ടുള്ളൊരു കര ബ്ലാക്ക് ആട്ടോ കണ്ടോ. പിന്നെ ഞാൻ എനിക്ക് ചോപ്പ് കുപ്പിവാളിയും കറുപ്പിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്തില്ല, എനിക്ക് വയ്യ സത്യം പറഞ്ഞാൽ. ഞാൻ മാറ്റ് എന്ന് പറഞ്ഞ കാരണം മാത്രം മാറ്റില്ല. പിന്നെ വിഷ്ണു എനിക്ക് മുല്ലപ്പൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ കണ്ടോ തലയിൽ മുല്ലപ്പൂ ഉണ്ട്, അത് വെച്ചിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ കാണാം. പിന്നെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങി. സനത് എത്തിയിട്ടുണ്ട്. സനത് എത്തിയപ്പോൾ തന്നെ പടക്കം പൊട്ടിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പടക്കം പൊട്ടിക്കുന്നതിനോട് വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളാണ്. പൊതുവെ എനിക്ക് പേടിയാണ്, അങ്ങനെ പറയുന്നതാണ് സത്യം. പിന്നെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാവരും എന്താ പറയുക സ്വീകരിക്കാൻ സെറ്റായിരിക്കുന്നു. നമ്മളെ ഫുഡൊക്കെ ഓൾറെഡി സെറ്റായതുകൊണ്ട്. പിന്നെ വിളമ്പൽ മാത്രമേ പണി ഉണ്ടായിരുന്നില്ല. വിശാഖ ഇവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് പടക്കം വെച്ചിട്ട്. അതിനിടയ്ക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല വിഷ്ണു മുല്ലപ്പൂ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ പായസം എടുക്കാൻ അവനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ മുല്ലപ്പൂ കണ്ടപ്പോൾ ഞാൻ മേടിക്കട്ടെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ മേടിച്ചു പറഞ്ഞു. എൻ്റെ തലയിൽ ഒരുപാടൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൻ 2-3 മുഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ തലയിൽ വെച്ചതിന് ബാക്കി ഇതിടെ തലയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടോ. അവൾക്ക് ഡ്രസ്സ് എടുത്താലൊന്നും അവൾ ഇടില്ല. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടി ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി അവൾക്ക് മുല്ലപ്പൂവൊക്കെ വെച്ച് കൊടുത്ത് സെറ്റാക്കിയതായിരുന്നു കേട്ടോ. അതന്നെ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അവളിങ്ങനെ പറിച്ചെടുക്കായിരുന്നു. അവസാനം എങ്ങനെയൊക്കെയോ വെച്ച് കൊടുത്തു. അങ്ങനെ വലിയ അലമ്പൊന്നും കാണിച്ചില്ല. അവൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു. പിന്നെ കടിച്ച് പറിച്ചിടാൻ പറ്റാത്തൊരു പൊസിഷനിലായതുകൊണ്ട് അത് കുറച്ച് നേരം അവളെ തലയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിളമ്പുന്ന സമയത്ത് ചെറിയ ആൾ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ കമൻറ്റ് അടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭക്ഷണവും സെറ്റാക്കി നമ്മളിങ്ങനെ ഓരോ ട്രിപ്പിന് വേണ്ടി വിളമ്പോട്ടോ. എനിക്ക് തോന്നുന്നു 2-3 ട്രിപ്പൊക്കെ ഇരുന്നു എന്ന് തോന്നുന്നു എല്ലാവരും കൂടിയിട്ട്. ഞങ്ങളടക്കം 4 ട്രിപ്പ് ഇരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ നമ്മളെല്ലാം ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അവിയൽ, എരിശ്ശേരി, പിന്നെ അതുപോലെ തന്നെ അച്ചാർ, പിന്നെ എന്താ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പേരി, സാമ്പാർ, പപ്പടം, ശർക്കര ഉപ്പേരി, കായ വറുത്തത്, ചക്ക വറുത്തത്. നമ്മുടെ ഇവിടേക്കൊക്കെ വിഷുവിന് ചക്ക വറുത്തതാട്ടോ സ്പെഷ്യൽ. എനിക്ക് എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് അറിയില്ല. ആണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ആദിൽ വന്നു, സനത് വന്നു, കുഞ്ചു, അങ്ങനെ പിന്നെ ഉണ്ണിമോൻ്റെ അടുത്തിരിക്കുന്ന അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ അവരൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്നെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഞാൻ കാര്യമാക്കാതെ ഞാൻ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടോ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ നോർമലി പരിപാടികൾ, അത് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും ഇതിനൊക്കെ കുറച്ചും കൂടി ആളുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇത്തവണ പല പല കാരണങ്ങൾ കൊണ്ടിട്ട് ഇതിൽ ഹബിയില്ല, അങ്ങനെ കുറച്ച് ആളുകൾ ഇതിൽ മിസ്സിങ് ആണ്. അപ്പോൾ എന്തായാലും
നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തത് എനിക്കിങ്ങനെ ഏന്തി വിളമ്പാൻ പറ്റാത്തതുകൊണ്ട് ഇത് അമ്മ വിളമ്പി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് ഒരു സെറ്റ് ചെയ്തിരുന്നു. വിഷ്ണുവിൻ്റെ ഫ്രണ്ട്സ് പറയുമ്പോൾ അവരിങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടോ, എന്നെ എന്തായാലും കാണിക്കണം ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ എന്നെ കളിയാക്കിക്കൊണ്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചൊക്കെ ഒന്ന് സൈഡായപ്പോൾ ഞങ്ങളും സൈഡായി, അതാണ് സത്യം. വിളമ്പി കൊടുത്തും പിന്നെ നല്ല പണി കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് കറണ്ട് പോയി. നല്ല ചൂടായിരുന്നു. പിന്നെ എന്താ പറയുക, അതേ ഉണ്ണിമോൻ്റെ പുതിയ വാച്ചാണ്. ഉണ്ണിമോൻ വിഷുവിന് വേണ്ടി പുതിയ മേടിച്ച 350 രൂപയുടെ വാച്ചാണ്. അതൊക്കെ പറഞ്ഞ് ഞാൻ അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ ഇതേ കുറച്ച് ഫുഡ് പാക്ക് ചെയ്തു. ഞാൻ ഓൾറെഡി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സനദിൻ്റെ ഉമ്മാക്കും അനിയനും വേണ്ടിയിട്ടാട്ടോ. എല്ലാ വർഷവും ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും കൊണ്ടു കൊടുക്കാറുണ്ട്. ഇവിടുന്നും ഞാനത് പതിവ് മുടക്കിയിട്ടില്ല. പിന്നെ അതേ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ശേഷം വിഷുവിൻ്റെ ഫ്രണ്ട്സ് ആട്ടോ സൽമാനും അമ്മ കണി വെച്ചതൊക്കെ പറഞ്ഞു കൊടുക്കുക, അത് ഇങ്ങനെ വെക്കുക അങ്ങനെ വെക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ക്ലാസ് എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് ഞാനും ഷാങ്കും സനദിൻ്റെ ഉമ്മക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ സനദിൻ്റെ വീട്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഉമ്മയും ഉപ്പയും സനദിൻ്റെ അനിയനുണ്ടായിരുന്നു. അവിടെ ഉള്ളതാണ് സനദിൻ്റെ അനിയൻ, പിന്നെ ഉമ്മ ഉപ്പ അങ്ങനെ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുത്തു. അവർക്ക് പായസം ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ കൊണ്ടുകൊടുത്തപ്പോൾ തന്നെ ഇതേ കണ്ടോ, അവന് കുടിക്കാൻ വേണ്ടി ഉപ്പ പായസമൊക്കെ കൊടുത്തു. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു കേട്ടോ. നമ്മൾ ദേവി ബേക്കറി തോന്നണോ, അതെ, തൃക്കണ്ടൂർ ദേവി ബേക്കറി നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ ഞാനും സനതും കൂടിയിട്ട് കുറേ എന്തൊക്കെയൊക്കെയോ വർത്തനം പറയുന്നുണ്ട്. കാശ്മീർ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കാശ്മീർ പോവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും കുറച്ച് സാഫ്രോൺ മേടിച്ച് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വെറുതെ ചൂടാക്കണതാണ്. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഞങ്ങൾ സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചിറങ്ങി കേട്ടോ. കാരണം വിഷു അല്ല, എനിക്ക് എൻ്റെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആവശ്യമല്ല, പോകണ്ടേ, മോശമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിഷുവാണ്. അപ്പോൾ പിന്നെ പോകണ്ടേന്ന് അങ്ങനെയാണല്ലോ അതിൻ്റെ ചടങ്ങ്. പക്ഷെ നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് 2 ദിവസം, ഇപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് 18-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം പോയി നിൽക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ ചെന്ന് അമ്മയും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല. പിറ്റേന്ന് രാത്രി ഭക്ഷണം കഴിക്കാമെന്ന് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അവിടെ ഷാൻ്റെ വീട്ടിലെ ചേച്ചിയും ഹസ്ബൻഡും പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അന്ന് നിൽക്കാതെ പോകുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ പടക്കം, ചേച്ചി ഹസ്ബൻഡും മാത്രമല്ല അച്ചോളും ശശിയേട്ടനും, അതായത് അച്ചോളും ഹസ്ബൻഡും മോളും ശാരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ പടക്കം പൊട്ടിക്കലാണ്. എനിക്കിതിനോട് വലിയ താല്പര്യമില്ല കൈസ്, അതുകൊണ്ട് എനിക്കറിയില്ല. അതുകൊണ്ട് അലീത പാവം പേടിച്ച് കുറച്ച് നിൽക്കുന്നുണ്ട്. അലീത അത്ര തന്നെ പേടിയില്ലെങ്കിലും എനിക്ക് ഈ കാര്യത്തോട് വലിയ താല്പര്യമില്ല, എനിക്കും പേടിയാണ്. അങ്ങനെ അതേ ഉണ്ണിമോൻ കുറേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എന്താ പുത്തിരിയോ മേശപ്പുത്തിരിയോ ചക്രോ അങ്ങനെ എന്തൊക്കെയൊക്കെ പറയില്ലേ, അതൊക്കെ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്കിത് പേടിയാണ്, ഇഷ്ടമല്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എനിക്കിതാകെ ഇൻഫെക്ഷനൊക്കെ ആയി ഇടങ്ങറായ ഞാൻ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവും. അപ്പോൾ നമ്മൾ വിഷു വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വിഷു വ്ളോഗ്. പിന്നെ അതേ പുതിരൊക്കെ കത്തിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കുഞ്ഞ് വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ വിഷുവിനെ വിശാഖ നിർബന്ധിച്ചൊരു പുത്തിരി കത്തിച്ചപ്പോൾ 2 ഡബിൾ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ പുത്തിരി കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ വിഷു ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.